ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ രാവിലെ ഹെന്ന ചെയ്യാൻ പോകുന്നു ഗൈസ്. കണ്ടെന്നാര ഓഹോ എന്താടാ നിനക്ക്? ഓ കൊച്ചു ചെറുക്ക പട്ടി വെച്ച് നീ അതിങ്ങ് എടുത്ത്. അപ്പോൾ ഞാൻ ഹെന്ന ചെയ്യാൻ പോകണം. എനിക്കിന്ന് ഹെന്ന ചെയ്ത് തരുന്ന ബ്യൂട്ടീഷ്യൻ എന്തായിരിക്കുന്നു ഗൈസ്. ചെയ്ത് തരണമല്ലോ. അങ്ങനെ ഞാൻ വെളിയിൽ പോയി ഹെന്ന ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ സ്വന്തം ചേച്ചി എനിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ചേച്ചിക്ക് എന്തോ അത്യാവശ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ സ്വന്തമായിട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. കാരണം നരകൾ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഈ മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കാൻ നമുക്ക് കാണിച്ചു കൊടുക്കുക. ഒരു വരി ചെയ്യാനായിട്ട് മണിക്കൂറുകളെടുത്ത് അതും വെച്ചുകൊണ്ടിരുന്ന എൻ്റെ പണികളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാനുള്ളതെന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ട് ചെയ്യണമെന്ന് കൊള്ളാം ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണം. അല്ലാതെ കറക്റ്റ് ചെയ്ത് വന്ന് കുറേ സമയം എടുക്കും എനിക്ക് മനസ്സിലായി. കാരണം നമ്മളാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ബാക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ചെയ്ത് കൊടുക്കണം. എൻ്റെ മുടി മൊത്തം കുരുക്കി പൊട്ടിച്ച് പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഞാനങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു വരി ചെയ്തപ്പോഴേക്കും മനസ്സിലായി ഒരു നടയ്ക്ക് പോകില്ല. അമ്മയ്ക്കൊക്കെ നേരത്തെ നരച്ചുകൊണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് നരച്ചു തുടങ്ങി. ഫുള്ള് നരച്ചു. പ്രായമായതുകൊണ്ടല്ല, അകാല നര എന്നൊക്കെ കേട്ടില്ല. അപ്പം ലീവ് അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് തിന്നാളായിട്ടാണ് പോയിട്ട് അവൻ അതുവഴി കറങ്ങി പിടിച്ചൊക്കെ വന്ന് ആ പാത്രത്തിൽ ഒന്ന് നക്കാനൊക്കെ നോക്കുന്നുണ്ട്. പടി കൊടുത്ത് വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു കയ്യിലാവേണ്ടത് വെച്ച് ബ്ലൗസൊക്കെ എടുത്ത് കൊടുത്ത് ഇപ്പം ചെയ്യിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അത് ഒരു നടയ്ക്ക് പോകത്തില്ല. ഇപ്പോൾ നമ്മൾ ബിരിയാണി വെക്കാൻ പോവുകയാണ് ഗൈസ്. ബിരിയാണി അപ്പോൾ ഇനി നമ്മൾ പാട്ടൊക്കെ കേട്ട് ബിരിയാണി വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വിശേഷങ്ങൾ വഴിയേ കാണും. ഞാൻ കൈ വിളച്ച പോകും. കണ്ടില്ലേ, എക്സ്പെർട്ട് ഉള്ളി അരിയുന്ന മനുഷ്യൻ. അപ്പം ഞാൻ ചോറ് സെപ്പറേറ്റ് കുറച്ചൊന്ന് വേവിച്ചിട്ട് ചിക്കൻ വെച്ചിട്ട് അതിനകത്തിട്ട് വെക്കാം എന്നൊക്കെ വിചാരിച്ചുള്ള സെറ്റപ്പാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഉള്ളി നല്ല രീതിയിൽ ഒന്ന് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇടാനുള്ളതൊക്കെ അറിയാമല്ലോ, മസാലകളൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഒന്ന് വാടി വരട്ടെ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും മസാലയൊക്കെ കാര്യങ്ങളൊക്കെ ഇട്ട്, മുളക് പൊടി കുറച്ചേ ഇട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ കല്യാണത്തിനുള്ള ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി നോക്കുകയാണ്. തൈരൊക്കെ ഒഴിഞ്ഞ് അവിടെ വെച്ചു. അപ്പോൾ എനിക്ക് സാലഡിനുള്ള ഐറ്റംസ് ഒക്കെ വെച്ചപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിയുടെ വാടി നല്ല വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു തക്കാളി എടുത്തുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് ചിക്കനേ ഉള്ളൂ. കുറച്ച് ചിക്കനും ഒരു ഗ്ലാസ് അരി ഇട്ടിരിക്കാമെന്ന് വിചാരിച്ചു. കാരണം വേറെ അതിൽ നമ്മൾ മൂന്നുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പ്രതീക്ഷിക്കാതെ ചേച്ചിയും വേറെ സുഖം വരികയും ചെയ്തു. എന്നാലും കുഴപ്പമില്ല. കാരണം ചിക്കൻ ഒരു ഗ്ലാസ് അരി കൂടുതൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഒരു പാതിയല്ല മുക്കാൽ വേവായി. അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ചോറ് വേവിച്ച് ചേർക്കുന്ന ചോറ് ഒരു പകുതി വേവ് ചോദിച്ചാൽ ചോറും കൂടെ ഇതിനകത്ത് ഇട്ടിട്ട് ഈ കിടക്കുന്ന വെള്ളത്തിൽ കിടന്ന് നല്ല രീതിയിൽ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല സൂപ്പർ ചിക്കൻ ബിരിയാണി ഉണ്ടാവും. അങ്ങനെയാണ് എളുപ്പമായി നമുക്കുണ്ടാകും. ചോറ് ഫുള്ള് വേവിക്കരുത്, ഒരു പാതി വേവൊക്കെ ആവാവും കേട്ടോ. കാരണം ഇതിലിട്ട് കുറച്ച് നേരോടൊന്ന് സിമ്മിൽ വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ വേവിച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. ഇച്ചിരി വേവ് കുറച്ചിട്ട് പിന്നെ ഇതിനകത്ത് ഇടാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് ചോറ് നല്ല രീതിയിൽ തട്ടി പൊത്തി അമുക്കി വെക്കുക. ദം ചെയ്യുന്ന പോലെ വയ്ക്കുക. അപ്പം നമുക്ക് ദം ചെയ്യുന്നില്ലെങ്കിലും ഇതുപോലെ അമുക്കി വെച്ചിട്ട് ഉള്ളി കിഴങ്ങിട ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം അതിനകത്ത് വാരി വലിച്ചിടുക. ഞാൻ കുറച്ച് മുന്തിരിങ്ങയും കുറച്ച് ഉള്ളിയും കുറച്ച് മല്ലിയിലയും മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് ഇട്ടിട്ട് ഞാനങ്ങ് ഫുള്ള് അടച്ച് വെക്കും കേട്ടോ. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒരു 10-20 മിനിറ്റ് അങ്ങനെ അങ്ങ് വെച്ചേക്കും. അപ്പം നല്ല മണം വരും. അപ്പം ഞാൻ ചിക്കൻ ബിരിയാണി ഇവിടെ അടച്ചിറക്കി. ഹലോ ഗായ്സ്, അപ്പോൾ മൊത്തത്തിൽ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ പൊടിയടിക്കാനും തൂക്കാനും പറക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചിട്ടുള്ള തല ഇതുവരെ കഴുകിയില്ല. എന്നെ തലയിൽ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതും കഴുകിയിട്ട് ഒന്ന് കുളിക്കണം. അപ്പം ധ്യാനിച്ചിട്ടുള്ള ചോറ് നമുക്ക് കൊടുക്കാം. അപ്പം നമ്മൾ ദം പൊട്ടിക്കാം. നമുക്ക് ദമ്മൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ദം പറയുമ്പോൾ ഈ സൈഡ് മൊത്തം മാവൊക്കെ വെച്ച് ഒട്ടിക്കുമല്ലോ. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് അടച്ച് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ധ്യാനിച്ചിട്ടുള്ള ചോറ് കൊടുക്കാം. വാ, പക്ഷെ നല്ല മണം വരും കേട്ടോ. നല്ല മണം ഉണ്ടാവുമേ. നമ്മൾ ചിക്കൻ അടിയിലുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കോരണം. കണ്ടോ, നല്ല മണമുണ്ട് കേട്ടോ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നല്ല മണമുണ്ട്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് മതിയാവും. നമുക്ക് ഇതിലൂടെ കുറച്ച് പച്ചടിയൊക്കെ വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ വീഡിയോ എന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ജാനൂസ് ഇഷ്ടപ്പെട്ടിട്ട് ചേട്ടനും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി വയ്ക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കാവേ. അപ്പോൾ ഇനിയുള്ള റെസിപ്പികൾ ഞാൻ വീണ്ടും വീണ്ടും ഇടാം. എല്ലാവരും കണ്ട് ഈസി ആയിട്ടുള്ള ബിരിയാണി വയ്ക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ.